സാധാരണ നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ കലണ്ടറിലൊക്കെ നോക്കി രാഹുകാലമൊക്കെ തിട്ടപ്പെടുത്തിയിട്ടാണ് പോവാറ്. അപ്പൊ രാഹുകാലത്ത് യാത്ര തുടങ്ങുന്നത് മോശമാണ് നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കലണ്ടറിൽ നോക്കും. കലണ്ടറിൽ നോക്കിയിട്ട് രാഹുകാലം നോക്കിയിട്ട് അതിനു മുമ്പ് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി പിടിച്ചൊക്കെ ഇറങ്ങും. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങിപ്പോവും. അങ്ങനെ നമ്മളൊക്കെ പലപ്പോഴും യാത്ര പോകാറുണ്ട്. പക്ഷെ ഇത് ഈ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രാഹുകാലം എന്ന് പറയുന്നത് സൂര്യോദയം 6 മണിക്കും സൂര്യന്റെ അസ്തമനം 6 മണിക്കും എന്ന് കണക്കാക്കി ഉള്ള ദിനമാനം അനുസരിച്ചാണ് അത് കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ ഓരോ ദിവസവും അതിന്റെ അസ്തമനവും ഉദയവും വ്യത്യാസപ്പെട്ടിരിക്കും. അതനുസരിച്ച് ഈ രാഹുകാലവും വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് ആർക്കും തന്നെ അറിയില്ല, സാധാരണക്കാർക്ക് ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ നമ്മൾ രാഹുകാലം നോക്കി പുറപ്പെടുന്നത് ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് രാഹുകാലം സൂക്ഷ്മപ്പെടുത്തിയത്, അതായത് മെയ് 25 ഞായർ മുതൽ ജൂൺ 1 ശനി വരെയുള്ള ഈ ഒരാഴ്ചത്തെ സൂക്ഷ്മപ്പെടുത്തിയ രാഹുകാലം പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച കലണ്ടറിൽ കാണുന്ന രാഹുകാലം 4:30 മുതൽ 6 വരെയാണ്. പക്ഷെ ഈ ഞായറാഴ്ച ഈ രാഹുകാലം സൂക്ഷ്മപ്പെടുത്തിയത് 5:03 മുതൽ 6:37 വരെയാണ്. ശ്രദ്ധിക്കുക, 4:30 അല്ല, തുടങ്ങുന്ന 5:03 മുതൽ 6:37 വരെ. അതുപോലെ തിങ്കളാഴ്ച കലണ്ടർ കൊടുത്തിരിക്കുന്ന രാഹുകാലം 7:30 മുതൽ 9 മണി വരെയാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞത് 6 മണി മുതൽ 6 മണി വരെ കണക്കുകൂട്ടിയാണ്. അപ്പൊ ഉദയാസ്തമയം മാറിയുകൊണ്ട് തിങ്കളാഴ്ചത്തെ സൂക്ഷ്മപ്പെടുത്തിയ രാഹുകാലം 7:40 AM മുതൽ 9:14 AM വരെയാണ്. ഇനി അടുത്ത് നമ്മള് ചൊവ്വാഴ്ചത്തെ നോക്കാം. ചൊവ്വാഴ്ച കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രാഹുകാലം 3 മണി മുതൽ 4:30 വരെയാണ്. പക്ഷെ യഥാർത്ഥത്തില് നമ്മളിത് ഉദയാസ്തമയം വെച്ച് സൂക്ഷ്മപ്പെടുത്തുമ്പോൾ ഈ ചൊവ്വാഴ്ച രാഹുകാലത്തിൽ വരുന്ന മാറ്റതാണ് 3 മണി എന്നുള്ള 3:30 PM മുതൽ 5:04 PM വരെയായിട്ട് മാറും. ഇനി അടുത്തത് ബുധനാഴ്ചത്തെ കലണ്ടറിൽ കാണുന്ന രാഹുകാലം 12 മണി മുതൽ 1:30 വരെയാണ്. എന്നാൽ നമ്മളത് ഉദയസമയം അല്ലെങ്കിൽ അസ്തമന സമയം രണ്ടോടെ കണക്കുകൂട്ടി സൂക്ഷ്മപ്പെടുത്തുമ്പോൾ അത് 22 മിനിറ്റ് മാറ്റം വരുവാണ്. 12 മണി എന്നുള്ള 12:22 PM മുതൽ 1:56 PM വരെയാണ് ബുധനാഴ്ചത്തെ രാഹുകാലം. ഇനി അടുത്ത നമ്മൾ വ്യാഴാഴ്ച നോക്കാം. വ്യാഴാഴ്ച കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രാഹുകാലം 1:30 മുതൽ 3 മണി വരെയാണ്. പക്ഷെ നമ്മളിത് ഉദയം അസ്തമയം വെച്ച് സൂക്ഷ്മപ്പെടുത്തുമ്പോൾ ഈ രാഹുകാലം 1:56 മുതൽ 3:30 PM വരെയായിട്ട് മാറുന്നു. അടുത്തത് വെള്ളിയാഴ്ച രാഹുകാലമാണ്. കലണ്ടർ പറയുന്ന രാഹുകാലം 10:30 മുതൽ 12 വരെയാണ്. പക്ഷെ നമ്മൾ ഇത് സൂക്ഷ്മപ്പെടുത്തി എടുക്കുമ്പോൾ ഉദയ അസ്തമയം കണക്കൂട്ടി സൂക്ഷ്മപ്പെടുത്തി ഇരിക്കുമ്പോൾ 10:48 മുതൽ 12:22 വരെയാണ്. അടുത്തത് ശനിയാഴ്ച രാഹുകാലം നമുക്കൊന്ന് പരിശോധിക്കാം. ശനിയാഴ്ച കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 9 മുതൽ 10:30 വരെയാണ്. പക്ഷെ നമ്മളിത് ഉദയവും അസ്തമനവും കണക്ക് കൂട്ടിയിട്ട് ഇത് സൂക്ഷ്മപ്പെടുത്തുമ്പോൾ 9:14 മുതൽ 10:48 വരെയാണ്. അപ്പൊ നിങ്ങളിത് കലണ്ടറിൽ നോക്കാതെ ഇതൊന്ന് കുറിച്ച് വെച്ചിട്ട് ഈ ആഴ്ച എവിടെയെങ്കിലും യാത്ര പോകണ്ടെങ്കിൽ നിങ്ങൾ യാത്ര പൊക്കോളുക. അത് നിങ്ങൾക്ക് അനിവാര്യമായിരിക്കും. പിന്നെ നിങ്ങളുടെ വാച്ചിന്റെ സമയം ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ വ്യത്യാസമൊക്കെ വരും. അതനുസരിച്ച് നിങ്ങൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ശനിയാഴ്ചത്തെ 9:14 10:48 വരെ നമ്മൾ പുറപ്പെടുവാണെങ്കിൽ 9:14 എന്നുള്ള 9:16 ആക്കിയിട്ട് അങ്ങ് പുറപ്പെടുക. അപ്പൊ പിന്നെ 2 മിനിറ്റ് ഒക്കെ വാച്ചിന്റെ വ്യത്യാസം വന്നാൽ നമുക്ക് ഇത് ബാധിക്കില്ല. ഞാൻ പറഞ്ഞത് സൂക്ഷ്മപ്പെടുത്തിയാലും വ്യത്യാസമല്ല, നിങ്ങളുടെ വാച്ചിന്റെ വ്യത്യാസം. പലരുടെയും വാച്ച് ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റിന്റെ ഒക്കെ വ്യത്യാസമൊക്കെ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഇത് കണക്ക് കൂട്ടി നിങ്ങൾ പുറപ്പെടുക. ഏത് ശുഭകാര്യങ്ങൾക്കും സൂക്ഷ്മപ്പെടുത്തിയ രാഹുകാലം വെച്ച് വേണം നിങ്ങൾ പുറപ്പെടുവാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാത്രമല്ല ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോട് ചെയ്യുക. നമസ്തേ.